ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നുഖ്ബത്തുൽ ഫിക്ർ സബഖ് 28 ശേഷം ഒരൽപ്പം ഇബാറത്തുകൾ വിട്ടുപോയി. അതാണ് ഇനി പറയുന്നത്. വഅലം, നീ അറിയുക, അന്ന തതബ്ബുഅ തുറുഖി, സനദുകളെ പരിശോധിക്കൽ, തീർച്ചയായും സനദുകളെ പരിശോധിക്കലാകുന്നത് എന്തിൽ നിന്ന്? മിനൽ ജവാമികളായ കിതാബുകളിൽ നിന്ന്, വൽ മസാനീദുകളിൽ നിന്നും, വൽ അജ്സാകളിൽ നിന്ന്. ഇതെല്ലാം കിതാബിന്റെ പേരുകളാണ്. ജവാമി, മസാനീദ്, അജ്സാ. ഇങ്ങനത്തെ ഹദീസിന്റെ കിതാബുകളിൽ നിന്ന് സനദുകളെ പരിശോധിക്കുക. ജവാമി എന്ന് പറഞ്ഞാൽ എന്താ? അയിൽ കുത്തുബില്ലത്തി ജുമിഅ ഫീഹാ അൽ അഹാദീസു അലാ തർത്തീബി അബ്വാബി കുത്തുബിൽ ഫിഖ്ഹിയ്യ. ഫിഖ്ഹിയായ കിതാബുകളുടെ ബാബുകളുടെ തർത്തീബിന്മേൽ ഹദീസുകളുടെ ജമ്മി ചെയ്ത ഗ്രന്ഥം. കൽ കുത്തുബി സിത്തത്തി, ശിഹാബ് സിത്ത പോലെ. അല്ലെങ്കിൽ ഔ തർത്തീബി ഹുറൂഫിൽ ഹിജാഹിയ്യ ഫി അവൈലിൽ മുഗ്നൂൻ അൻഹു. ഹിജായിയായ അറബുകളുടെ തർത്തീബ് അനുസരിച്ച്. ഏതുപോലെ? കിതാബിൽ ഈമാനി വ കിതാബിൽ ബിർരി വ കിതാബി തൗബത്തി വ കിതാബി സവാബി വ ഹാകദ ഇലാ ആഖിരിൽ ഹുറൂഫി. ഇങ്ങനെ കമാ ഫഅലഹു സാഹിബു ജാമിഉൽ ഉസൂൽ. ജാമിഉൽ ഉസൂലിന്റെ മുസന്നിഫ് അങ്ങനെ ഈ ഹിജായിയായ അറബിന്റെ തർത്തീബ് അനുസരിച്ച് ഹദീസിന്റെ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഔ ബിഇതിബാരി റിആയത്തിൽ ഹുറൂഫി ഫി അവൈലി അൽഫാദിൽ ഹദീസി, അല്ലെങ്കിൽ ഹദീസിന്റെ അൽഫാദുകളുടെ തുടക്കത്തിൽ ഉള്ള അക്ഷരങ്ങളെ മുറാഅത്ത് ചെയ്തുകൊണ്ട് ഗ്രന്ഥം രചിച്ചു. കമാ ഖാലഹു ശൈഖു മശായിഖിന അൽ ഹാഫിദ് സുയൂത്തി. സുയൂത്തി ഇമാം അങ്ങനെ ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ഇതാണിപ്പം ജവാമി എന്ന് പറഞ്ഞത്. ഈ മസാനീദ് എന്ന് പറഞ്ഞാൽ എന്താ? അൽ മസാനീദു അൽ കുത്തുബില്ലത്തി ജുമിഅ ഫീഹാ മുസ്നദ് കുല്ലി സഹാബിയിൻ അലാ ഹിദ്ദ അലാ ഇഖ്തിലാഫി മറാത്തിബി സഹാബത്തി വ തബഖാത്തിഹിം. സഹാബത്തിന്റെ മർത്തബയും അവരുടെ തബക്കയും ഒക്കെ വ്യത്യാസം അനുസരിച്ച് ഓരോ സഹാബിയുടെയും എന്താണ് മുസ്നദ് ഒരുമിച്ച് കൂട്ടുക. പിന്നെ എന്നിട്ട് വൽതിസാമി നഖ്ലി ജമീഇ മർവിയാത്തിഹിം, എന്നിട്ട് ആ സ്വഹാബിയുടെ മുഴുവൻ റിവായത്തുകളും എന്ത് ചെയ്യുക? നഖ്ൽ ചെയ്യുന്നതിന് ലാസിമാക്കുക. സഹിഹൻ കാനൽ ഹദീസ് ഔ ലഈഫൻ. ആ സ്വഹാബിയുടെ ഹദീസ് സഹിഹായാലും ലഈഫായാലും മൊത്തവും. അങ്ങനെ ഓരോ സ്വഹാബിയെ പറഞ്ഞ ഹദീസുകൾ മുഴുവനും പറയാം. അങ്ങനെ ആണ് മസാനീദ്. വജമാ സുയൂത്തി ബി ജാമിഉൽ കബീരി ബൈനൽ അംറൈനി. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ പിന്നെ സുയൂത്തി ഇമാം ജാമിഉൽ കബീറിൽ അങ്ങനെ ജമ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ജഅലൽ ഖിസ്മൽ ഖൗലിയ അല തർത്തീബിൽ ഹുറൂഫി വൽ ഖിസ്മൽ ഫിഇലിയ അല തർത്തീബിൽ മസാനീദി. വൽ അജ്സാ എന്ന് പറഞ്ഞാൽ വഹിയ മാ ദുവ്വിന ഫീഹി ഹദീസു ശഖ്സിൻ വാഹിദിൻ, ഒരു വ്യക്തിയുടെ ഹദീസിനെ മൊത്തം ഒരുമിച്ച് കൂട്ടിയത്. അല്ലെങ്കിൽ ഔ അഹാദീസു ജമാഅത്തിൻ, കുറെ ആളുകളുടെ ഹദീസ് ഫി മാദത്തിൻ വാഹിദ, ഒറ്റ വിഷയത്തിൽ കുറെ ആളുകളുടെ ഹദീസ്. ഇതിനാണ് അജ്സാ എന്ന് പറയുക. അപ്പൊ ഇങ്ങനെ ജവാമി, മസാനീദ്, അജ്സാദുകളിൽ നിന്ന് ഇസ്നാദുകളെ പരിശോധിക്കുക. എന്തിനു വേണ്ടി പരിശോധിക്കുക? ലിദാലിക്കൽ ഹദീസില്ലദി യുളന്നു അന്നഹു ഫർദുൻ, ഫർദാണെന്ന് ഭാവിക്കപ്പെടുന്ന ആ ഹദീസിന് വേണ്ടി. നേരത്തെ നമ്മൾ ഫർദുൻ നസബിയിന്, ആ ഫർദുൻ നസബി ഫർദാണെന്ന് ഭാവിക്കലോടുകൂടെ അതിനെന്ത് പിന്നെ മുവാഫിഖായത് ഉണ്ടായാൽ അതിന് മുത്താബി എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു.
അപ്പോൾ ആ ഫർദിന് അത് ഫർദാണെന്ന് ഭാവിക്കുന്ന ആ ഹദീസിന് ഈ തുർക്കുകൾ ഉണ്ടോ അതിനുവേണ്ടി ആ ഫർദായ ഹദീസിന് വേണ്ടി ഈ തുർക്കുകളെ പരിശോധിക്കുക. ആ പരിശോധിക്കുന്നത് എന്തിനാണ്? ഈ യുലമ ഹല്ലഹു മുതാബിഉൻ അംല, ആ ഫർദായ ഹദീസിന് മുതാബി ഉണ്ടോ മുതാബി ഇല്ലോ എന്ന് അറിയപ്പെടാൻ വേണ്ടിയിട്ട് ഈ തുർക്കുകളെ സനദുകളെ പരിശോധിക്കുക എന്ന ആ പരിപാടി, ആ പണിക്ക് ഹുവൽ എഅ്തിബാറു, അതാണ് എഅ്തിബാർ എന്ന് പറയുന്നത്. ആ ബഅസിന് അല്ലെങ്കിൽ ആ തഫ്തീഷിന് എന്ത് പറയും? എഅ്തിബാർ എന്നാണ് പറയുക. വഖൗലു ഇബ്നു സലാഹ് റഹിമഹുള്ളയുടെ വാക്കാകുന്നത് എന്ത് വാക്ക്? മഅരിഫത്തുൽ ഇഅ്തിബാരി വൽ മുതാബഅത്തി വശവാഹിദി, ഷവാഹിദുകളെയും മുതാബഅത്തുകളെയും ഇഅ്തിബാറിനെയും അറിയുക എന്ന് ഇങ്ങനെ ഇബ്നു സലാഹ് തങ്ങൾ ഇബാറത്തിട്ടത് കത് യൂഹിമു, ചിലപ്പോൾ അതെന്ത് ചെയ്യും? തോന്നിപ്പിക്കും. അന്നൽ ഇഅ്തിബാറ, ഇഅ്തിബാർ എന്നത് ഖസീമുൻ ലഹുമ, ഈ മുതാബിഅത്തിൻ്റെയും ഷവാഹിദിൻ്റെയും മുഖാബലയിലുള്ള ഒരു ഖിസ്മാണ് എന്ന് ചിലപ്പം തോന്നിപ്പിച്ചു പോകും. വലൈസ കദാലിക, എന്ന കാര്യം അങ്ങനെ അല്ലല്ലോ. അതിൻ്റെ മുതാബിഅത്തിൻ്റെ ഷവാഹിദിൻ്റെയും എന്തല്ല ഖിസ്മല്ല, വാഖയിൽ അങ്ങനെയല്ല. എഅ്തിബാർ എന്നത് ഈ ഖിസ്മുകളെ രണ്ടിനെയും അറിയാനുള്ള ഒരു ഇല്ലത്താണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തോന്നിപ്പിക്കൽ ഇബ്നു സലാഹ് തങ്ങളുടെ ഈ ഇബാറത്തിൽ വരും. അപ്പോൾ അത് അങ്ങനെ ശരിയല്ല. വലൈസ കദാലിക ബൽ, മറിച്ച് ഹുവ ഹൈഅത്തു തവസുലി ഇലൈഹിമ, ഈ ഷവാഹിദിലേക്കും മാരിഫിലേക്കും തവസുലാകാനുള്ള കൈഫിയത്താണ്, ഹൈഅത്താണ്, അല്ലെങ്കിൽ അതിൻ്റെ തുറുക്കാണ് ഏത് എഅ്തിബാർ എന്നുള്ളത്. അല്ലാതെ അതിൻ്റെ ഒരു ഖിസ്മായിട്ടല്ല, മുഖാബിലയിൽ വരുന്ന ഖിസ്മായിട്ടല്ല എന്ന്. പിന്നെ വജമീഉ മാ തഖദ്ദമ മിൻ അഖ്സാമിൽ മഖ്ബൂലി, മഖ്ബൂലായ ഹദീസുകളുടെ അഖ്സാമുകൾ, നമ്മൾ സഹീഹ്, ഹസന്, സഹീൽ ദാത്ത്, സഹീൽ ഗൈറ് ഒക്കെ പറഞ്ഞായിരുന്നല്ലോ. ഹസനിൽ ദാത്ത്, ഹസനിൽ ഗൈറ് ഒക്കെ പറഞ്ഞായിരുന്നു. ആ അഖ്സാമുകൾ എല്ലാം, അതായത് ജമീഉ മാ തഖദ്ദമ മിൻ അഖ്സാമിൽ മഖ്ബൂലി, അത് മുഴുവനും തഹ്സുലു ഫായിദത്തു തഖ്സീമിഹി, അങ്ങനെ തഖ്സീമാക്കിയതിൻ്റെ ഫായിദ കരസ്ഥമാകും. ബിഇഅ്തിബാരി മറാത്തിബിഹി, അതിൻ്റെ മർത്തബകളെ പരിഗണിക്കൽ കൊണ്ട്, ആ മർത്തബകളെ പരിഗണിച്ചുകൊണ്ട് അതിനെ തഖ്സീമാക്കിയതിൻ്റെ ഫായിദ കരസ്ഥമാകും. എപ്പോഴാണ് കരസ്ഥമാകുന്നത്? ഇന്ദൽ മുആറദത്തി, ഹദീസുകൾ മുആരിദായി വരുന്ന സന്ദർഭത്തിൽ അതിൻ്റെ ഫായിദ കരസ്ഥമാകും. അത് ഒരു മുഖദ്ദറായ ഒരു ഇഅ്തിറാദിനെ, ഒരു ഇറാദിനെ എന്ത് ചെയ്യാണ്? ദഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പറഞ്ഞ ജമീഉ മാ തഖദ്ദമ എന്ന് പറഞ്ഞത്. എന്താണ് ആ ഇഅ്തിറാദ്? ഇവിടെ മഖ്ബൂലിന് അന്നൻഖിസാമൽ മഖ്ബൂലി ബി അസ്ബിൽ മറാത്തിബി, ഈ മർത്തബകളുടെ നിലയനുസരിച്ച് മഖ്ബൂലിനെ ഇങ്ങനെ ഓഹരിയാക്കുക എന്നുള്ളത് ലാ യർജു ഇലാ തായിലിൻ, അതിന് പ്രത്യേക ബാധ്യതയൊന്നുമില്ല. കാരണം ഇതിൽ അഖ്സാമു കുല്ലുഹ മഖ്ബൂലത്തുൻ, ആ അഖ്സാമുകൾ മുഴുവനും എന്താണ്? മഖ്ബൂലാണല്ലോ. ആണ് സഹീഹുൽ ദാത്തും സഹീഹുൽ ഗൈറും ഹസനുൽ ദാത്തും ഹസനുൽ ഗൈറും ഒക്കെ എന്താണ്? മഖ്ബൂലാണ്. അപ്പം പിന്നെ ഇങ്ങനെ തഖ്സീം ചെയ്യുന്നതിന് പ്രത്യേക ബാധ്യതയൊന്നും ഇല്ല എന്ന് പറഞ്ഞതിനെ ദഫി ചെയ്യാണ്. ആ ജവാബിൻ്റെ തഹ്രീറുൽ ജവാബി അന്ന ഫായിദതഹ തദ്ഹറു, ആ അതിൻ്റെ ഫായിദ വെളിവാകുന്നത് ഇന്ദ മുആറദത്തി, മുആറദത്ത് ഉണ്ടാകുന്ന സമയത്താണ് ഫായിദ ഉണ്ടാവുക. ഫയുഖദ്ദമു മാ ഹുവ അലാ മർത്തബത്തിൻ അലാ മാ ഹുവ ദൂനഹു, അപ്പോൾ എന്ത് ചെയ്യും? ആല മർത്തബയെ എന്ത് ചെയ്യും? മുആറദത്ത് വരുന്ന സമയത്ത് മുന്തിക്കും അതിൻ്റെ താഴെയുള്ള മർത്തബയേക്കാൾ. അപ്പോൾ ഇദാ തആറദ സഹീഹുൽ ദാത്തിഹി വലി ഗൈരിഹി, സഹീഹുൽ ദാത്തും സഹീഹുൽ ഗൈറും തമ്മിൽ തആറുദായ യുഖദ്ദമു സഹീഹുൽ ദാത്തി, സഹീഹുൽ ദാത്തിനെ മുന്തിക്കപ്പെടും. അലാ ഹാദ ഖിയാസ്. അപ്പോൾ ഇങ്ങനെ മുആറദത്ത് ഉണ്ടാകുമ്പോഴാണ് ഈ തഖ്സീമാക്കിയതിൻ്റെ ഫായിദ എന്ത് ചെയ്യുക? കരസ്ഥമാകുക.
വല്ലാഹു അലം. അല്ലാഹു അലം. ഇൻഷാ അല്ലാഹ് ഇത് 28ാമത്തെ സബക്കിന് ശേഷം പിന്നെ വായിക്കേണ്ടതാണ്.